ജാനി വേഗം റൂമിലേക്ക് നടന്നു. പോകുന്നതിനിടയിൽ ദേഷ്യത്തോടെ വിഷ്ണുവിനെ നോക്കാനും മറന്നില്ല. ജാനിയുടെ പ്രതീക്ഷിക്കാതെയുള്ള തൻ്റെ നേർക്കുള്ള നോട്ടം വിഷ്ണുവിനെ പൊള്ളിച്ചു. അവളിലെ പെണ്ണ് അത്രയും വേദനിച്ചിരിക്കുന്നു എന്ന് അവന് അറിയാം. പക്ഷേ അവളുടെ നല്ലൊരു ജീവിതത്തിനു വേണ്ടിയാണ് ഇപ്പോൾ വേദനിക്കുന്നത്. കുറച്ചു നേരത്തെ വേദന ചിലപ്പോൾ ഇനിയുള്ള ജീവിതത്തിൽ സന്തോഷമേകിയാലോ? അവൻ കണ്ണടച്ച് സ്വയം പറഞ്ഞു പഠിപ്പിച്ചു. എവിടെ പോയി കിടക്കുകയാ? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. ഇവിടെ കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞു കിടക്കുകയാണ്. അവളിപ്പോൾ ഇവിടെ നിന്നും ഇറങ്ങും. വേഗം വന്നാൽ അവളെയും കൊണ്ടുപോകാം. ജാനി മുകളിലേക്ക് പോയതും മായ വീണ്ടും ഫോൺ ഡയൽ ചെയ്ത് പുറത്തേക്ക് വന്നതാണ്. എന്തൊക്കെയാ നീ പറയുന്നത്? നീ അവിടെ കയറിപ്പോയിട്ട് മണിക്കൂറൊന്നും ആയിട്ടില്ലല്ലോ. അതിനിടയിൽ ജാനി ഇറക്കി വിടാനോ? സുധി സംശയത്തോടെ തിരിച്ചു ചോദിച്ചു. മായ പറഞ്ഞത് അവന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാലും മായ വെറും വാക്ക് പറയില്ലെന്ന് അവന് ഉറപ്പുണ്ട്. അതൊക്കെ പറയാം. ആ പെണ്ണ് വേറെ എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് വേണമെങ്കിൽ വേഗം വന്നോളൂ. പിന്നെ ശരത്തിനെ കൂട്ടാൻ നിൽക്കേണ്ട. അവനോട് ഞാൻ വിളിച്ച കാര്യം പറയാനും നിൽക്കേണ്ട. അവനെ ഒഴിവാക്കാനാണോ? ഇപ്പോൾ ഞാൻ എൻ്റെ സേഫ് നോക്കുന്നേ ഉള്ളൂ. ഇനിയും പിടുത്തത്തിലേക്ക് വഴുതി വീഴാൻ വയ്യ. ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നു. വേഗം വരാൻ നോക്ക്. അത് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് മായ അകത്തേക്ക് നടന്നു. ഫോൺ കട്ട് ചെയ്ത് അകത്തേക്ക് വരുന്ന മായയെ നോക്കി നിൽപ്പാണ് വിഷ്ണു. വിഷ്ണുവിന് നല്ലൊരു പുഞ്ചിരി കൈമാറി അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു. വിളിച്ചിട്ട് കിട്ടിയിരുന്നോ? തൻ്റെ അടുത്തേക്ക് വന്നവളോട് വിഷ്ണു കൂർമ്മതയോടെ ചോദിച്ചു. ആരെ? അവൻ ചോദിച്ചത് എന്തെന്ന് മനസ്സിലായതുമില്ല. ആരെ വിളിക്കുന്ന കാര്യമാണ് അവൻ പറഞ്ഞത് എന്ന് അവൾക്ക് വ്യക്തമായതുമില്ല. അല്ല, നീ കുറേ നേരമായല്ലോ ഫോണെടുത്ത് ഡയൽ ചെയ്യുന്നു. ആ വിളിച്ചയാളെ കിട്ടിയിരുന്നോ എന്നാ ഞാൻ ചോദിച്ചത്. അവളുടെ മുഖത്ത് വിരിയുന്ന ഓരോ വ്യത്യാസങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് തന്നെ വിഷ്ണു ചോദ്യം ആവർത്തിച്ചു. ഞാനത് വിഷ്ണുവിൻ്റെ ഭാഗത്തു നിന്ന് ചോദ്യമുയർന്നപ്പോഴാണ് ഇതുവരെ താൻ പറഞ്ഞതും പ്രവർത്തിച്ചതും അവളുടെ മനസ്സിലേക്ക് കയറി വന്നത്. അബദ്ധം കാട്ടിയിരിക്കുന്നു. സുധിയും ഞാനും തമ്മിൽ പരിചയമുണ്ടെന്ന് അറിഞ്ഞാൽ ആവേശത്തിന് അവളോട് പറഞ്ഞുപോയി. ഞാൻ പറഞ്ഞത് ഇവരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ? ഇത്ര നേരം സന്തോഷത്തോടെ ഇരുന്ന മായയുടെ മനസ്സ് പെട്ടെന്ന് വെപ്രാളം കടന്നുകൂടി. അതൊക്കെ പോട്ടെ, എന്നിട്ട് നീ വിളിച്ചയാൾ വരാമെന്ന് പറഞ്ഞോ? വെപ്രാളം കടന്നു വരുന്ന മായയുടെ മുഖത്ത് നോക്കി വിഷ്ണു വീണ്ടും ചോദിച്ചു. പക്ഷേ അതിനുള്ള ഉത്തരം മായയുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിലും ആ ഉത്തരം നൽകാനും കഴിയില്ലല്ലോ. അവൾ നിശബ്ദമായി. എന്തു പറയണമെന്ന് ചിന്തയിലേക്കായിരുന്നു. അവൻ ചോദിച്ചതിനുള്ള മറുപടി എന്താടി നീ കൊടുക്കാത്തത്? വിഷ്ണു തുടങ്ങിവെച്ചു എന്ന് കണ്ടപ്പോൾ അഭിയും ഒപ്പം കൂടി. അഭിയുടെ ഭാഗത്തു നിന്ന് ചോദ്യമുയർന്നപ്പോൾ മായയ്ക്ക് ഉറപ്പായി ഇതുവരെ തൻ്റെ മുന്നിൽ ആടിയതൊക്കെ നാടകമാണെന്ന്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പതറി. ഒപ്പം ഫോണെടുത്ത് സുധിയെ വിളിക്കാൻ തുനിഞ്ഞതും അവളുടെ കയ്യിൽ നിന്ന് വിഷ്ണു ഫോൺ തട്ടിപ്പറിച്ചതും ഒരുമിച്ചായിരുന്നു. ആദ്യം ഞങ്ങൾ ചോദിച്ചതിന് മറുപടി താ, എന്നിട്ട് ആരെ വേണമെങ്കിലും വിളിക്കാം. വിഷ്ണു അവളുടെ മുന്നിലേക്ക് കയറി നിന്നു. ഒപ്പം മനുവിൻ്റെ അടുത്ത് നിന്ന് അഭിയും അവൻ്റെ അടുത്തേക്ക് വന്നു. എന്നാൽ ഈ രംഗങ്ങളൊക്കെ കണ്ടു നിൽക്കുന്ന മനുവിനും ദേവനും രേവതിക്കും സംശയമായി. ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് അവരുടെ മുഖം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ പതർച്ചയോടെ നിൽക്കുന്ന മായയുടെ മുഖം 3 പേർക്കും സന്തോഷമേകുന്നുണ്ടെങ്കിലും കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയ ജാനിയെയാണ് അവർക്ക് ഓർമ്മ വന്നത്. എന്നാലും അഭിയുടെ ഭാഗത്തു നിന്നും വിഷ്ണുവിൻ്റെ ഭാഗത്തു നിന്നും മായയ്ക്കെതിരെയുള്ള വാക്കുകൾ 3 പേരുടെയും ഹൃദയം വല്ലാതെ തുടിച്ചു. ഇത്ര നേരം ഇവിടെ അരങ്ങേറിയത് നാടകമാണോ എന്നുപോലും അവർക്ക് സംശയമായി. പക്ഷേ എന്തിന്? കരയിച്ചതുകൊണ്ട് എന്ത് നേടി? ചോദ്യങ്ങൾ ഒരുപാട് ആ 3 പേരുടെയും മനസ്സിലേക്ക് കടന്നു വന്നു. തളർച്ചയോടെ വീണിരുന്ന ദേവൻ പതിയെ നിലത്തുനിന്നും എഴുന്നേൽക്കാൻ തുടങ്ങി. ദേവനെ സഹായിച്ചുകൊണ്ട് രേവതിയും. കുറച്ചു നിമിഷങ്ങൾ കൊണ്ട് ആ അച്ഛനും അമ്മയും ദൈവത്തെ അത്രമാത്രം വിളിച്ചിരുന്നു. ആ ഒരുവളുടെ മുഖമായിരുന്നു അവരുടെ മനസ്സിൽ. ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കല്ലേ എന്ന് മനസ്സുകൊണ്ട് ഒരുപാട് തവണ അലറിപ്പറഞ്ഞു. ജാനിയെ അത്രമാത്രം അവർ സ്നേഹിച്ചിരുന്നു. പെട്ടെന്നാണ് മുറ്റത്തേക്കൊരു ഓട്ടോറിക്ഷ വന്നു നിന്ന ശബ്ദം കേട്ടത്. എല്ലാവരുടെയും ശ്രദ്ധ പുറത്തു വന്ന ഓട്ടോറിക്ഷയിലേക്കായി. ഓട്ടോറിക്ഷയിൽ നിന്നും ഡ്രൈവർക്ക് പൈസയും കൊടുത്ത് അകത്തേക്ക് കയറി വരുന്ന സുധിയെ കണ്ടപ്പോൾ വിഷ്ണുവിനും അഭിക്കും പുച്ഛം തോന്നി. ഡീ, നീ വിളിച്ചയാൾ വന്നിട്ടുണ്ട്. മായ കേൾക്കാനെന്നവണ്ണം വിഷ്ണു പതിയെ അവളോട് പറഞ്ഞു. അതും കൂടി കേട്ടതോടെ മായ തളർന്നു വീഴുന്ന അവസ്ഥയിലേക്കെത്തി. അപ്പോൾ മനക്കിലെ വിഷ്ണുദത്തൻ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് അവൾക്ക് ഉറപ്പായി. അല്ലെങ്കിലും മനക്കിലെ വിഷ്ണുദത്തനെ തന്നെക്കാൾ കൂടുതൽ ആർക്കാ അറിയുന്നത്? എന്നിട്ടും എവിടേക്കോ പാളിച്ചകൾ പറ്റിപ്പോയി. ഇവിടേക്ക് വന്ന നിമിഷത്തെ അവൾ ശപിക്കുകയാണ്. ഒപ്പം അകത്തേക്ക് കയറി വരുന്ന സുധിയെ നിർവികാരമായി അവൾ നോക്കി നിന്നു. അകത്തേക്ക് വന്നവനെ കണ്ടതും ദേവന് കലിയിളകി. സുധിയെ കണ്ടപ്പോൾ ദേവന് ഓർമ്മ വന്നത് ഒരു നാൾ ജാനിയെ തല്ലിച്ചതച്ചതാണ്.
അന്ന് പറഞ്ഞതാണ് ഈ വീടിൻ്റെ പടി ചവിട്ടാൻ പാടില്ലെന്ന്. എന്നിട്ട് വീണ്ടും വന്നിരിക്കുന്നു. ദേവന് എല്ലാം കൊണ്ടും വിരളി പൂണ്ടു. കുറച്ചു നേരം കൊണ്ട് ആ അച്ഛൻ അത്രയും ക്ഷോഭിക്കുകയും തകർന്നടിയുകയും ചെയ്തതാണ്. എന്നിട്ടും വീണ്ടും പ്രഹരമേൽപ്പിക്കാൻ എന്ന പോലെ സുധിയുടെ വരവ് ആ അച്ഛനെ അങ്ങേയറ്റം എത്തിച്ചിരുന്നു. നിന്നോടല്ലേടാ നായെ ഇവിടേക്ക് കയറി വരുതെന്ന് പറഞ്ഞത്? സുധി അകത്തേക്ക് കയറിയതും വർദ്ധിച്ച ദേഷ്യത്തോടെ ദേവൻ അവൻ്റെ അടുത്തേക്ക് നടന്നു. അല്ലെങ്കിലും ഞാനിവിടെ പാർക്കാനൊന്നും വന്നതല്ല. ജാനി എവിടെ? അവളെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. രോഷത്തോടെ സുധി ദേവനോട് പറഞ്ഞുകൊണ്ട് ചുറ്റും നോക്കുകയാണ്. ഒരു ഭാഗത്ത് മായയും വിഷ്ണുവും അഭിയും നിൽക്കുന്നുണ്ട്. മറുഭാഗത്ത് മനുവും രേവതിയും. തൻ്റെ മുന്നിൽ ദേവനും. അപ്പോൾ ജാനി എവിടെ? ഇതേ സമയം വെല്ലുവിളിയോടെ നിൽക്കുന്ന സുധിയെ കാണുന്ന മായ ഭയത്തോടെ പതുങ്ങി നിൽക്കുകയാണ്. ഇനി എന്താണ് ഉണ്ടാകാൻ പോകുക? താനറിയാതെ തന്നെക്കൊണ്ട് ഇതുവരെ എത്തിച്ചത് ഇവർ തന്നെ. പക്ഷേ എന്തിനു വേണ്ടി? വന്നപ്പോൾ തന്നെ എന്നെ ഇറക്കിവിട്ടാൽ മതിയായിരുന്നില്ലേ? പിന്നെയും എന്തിനാ എന്നോട് സ്നേഹം കാട്ടി ഇവിടെ നിർത്തിയത്? ആ പെണ്ണിനോട് പോലും ഞാൻ ക്രൂരമായി പെരുമാറിയപ്പോൾ തടയാതിരുന്നത് എന്തുകൊണ്ടാണ്? ഒന്നിനും ഉത്തരമില്ലാതെ മായയുടെ മനസ്സ് അസ്വസ്ഥമായി. പക്ഷേ അവൾക്കൊരു കാര്യം ഉറപ്പുണ്ട്. എന്നേക്കുമായി എല്ലാ ശത്രുക്കളെയും തുരത്താനുള്ള മാർഗവുമായിട്ടാണ് മനക്കിലെ വിഷ്ണുദത്തൻ നിൽക്കുന്നത് എന്ന്. അത് എന്ത് ശിക്ഷയാണെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. അബദ്ധം പറ്റിയിരിക്കുന്നു. ആരുടെയും വാക്ക് കേൾക്കാതെ എവിടെയെങ്കിലും പോയി ജീവിച്ചാൽ മതിയായിരുന്നു. ഇവിടേക്ക് വന്നതോർത്ത് അവൾ ഓരോ നിമിഷവും ശപിക്കുകയാണ്. ഒപ്പം എന്നും കൂടെയുള്ള ശരത്തിനെ പോലും തൻ്റെ സ്വാർത്ഥതയുടെ പേരിൽ അകറ്റി നിർത്തിയതിനുള്ള ശിക്ഷയുമാണെന്ന് അവൾക്ക് തോന്നി. ഈ ഒരു അവസ്ഥയിൽ അവനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരു താങ്ങായനെ എന്നവൾ ഓർത്തു. നീ ആരെടാ നോക്കുന്നത്? നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇവിടേക്ക് കയറി വരരുതെന്ന്? ചുറ്റുപാടുമുള്ള സുധിയുടെ നോട്ടം കണ്ട് ദേവൻ വീണ്ടും കോപിച്ചു. ദേ കാർന്നോരെ, അങ്ങ് മാറി നിന്നോണം. ഞാൻ പറഞ്ഞില്ലേ ജാനിയെ കൂട്ടാൻ വന്നതാണെന്ന്. അവളെവിടെ? ദേവന്റെ പെരുമാറ്റം സുധിയെ ദേഷ്യപ്പെടുത്തി. ഒപ്പം ജാനിയെ കാണാത്തതിലുള്ള നീരസവും അവൻ വ്യക്തമാക്കുകയാണ്. ആ കുട്ടിയെ അന്വേഷിക്കാൻ നിനക്കെന്ത് അധികാരമാണുള്ളത്? അന്നേ ആ കുട്ടി പറഞ്ഞതല്ലേ നിന്റെ അടുത്തേക്ക് അവൾ വരുന്നില്ലെന്ന്. പിന്നെയും നീ എന്തിനാ ആ കുട്ടിയെ തിരക്കി വന്നത്? ദേവൻ വിടാൻ ഉദ്ദേശമില്ല. ജാനിയെ ഒരിക്കലും സുധിയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ കഴിയില്ല എന്ന് ദേവന് അറിയാം. സുധിയുടെ വരവ് എന്തിനാണെന്ന്. അത് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ദേ നിങ്ങളുടെ മോൻ്റെ ഭാര്യ നിൽക്കുന്നു. നിയമപരമായി ഇവളല്ലേ നിങ്ങളുടെ മോൻ്റെ ഭാര്യ. അപ്പോൾ ജാനിയുടെ കാര്യം തിരക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ഞാനാണ് അവളെ നിങ്ങളുടെ മോൻ്റെ മുന്നിൽ താലി കെട്ടാൻ നിർത്തിയത്. ആ താലി പൊട്ടിച്ചു കളഞ്ഞ് അവളെയും കൂട്ടി പോകാനാ ഞാൻ വന്നത്. എനിക്കുള്ള അവകാശമൊന്നും നിങ്ങൾക്ക് ആർക്കുമില്ല. പോരുകോഴിയെപ്പോലെ സുധി അലറി. ഒപ്പം അവൻ്റെ കണ്ണുകൾ ജാനിയെ തേടുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം സുധിയുടെയും അച്ഛൻ്റെയും സംഭാഷണം കേട്ടു നിൽപ്പാണ് വിഷ്ണുവും അഭിയും മനുവും എല്ലാം. വിഷ്ണു ഇതെവിടം വരെ പോകുമെന്ന് നോക്കി നിൽപ്പാണ്. മനു കലിയിളകി നിൽപ്പാണ്. സുധിക്ക് പോയി ഒന്ന് പൊട്ടിച്ചാലോ എന്ന് പോലും അവൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അഭി മനുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. അഭിക്കറിയാം മനുവിന് ഇപ്പോൾ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന്. ഇപ്പോൾ സംയമനം പാലിക്കേണ്ട സമയമാണ്. ഇന്നത്തോടെ എല്ലാത്തിനും ഒരു അറുതി വരുത്തണം. മനക്കിലെ വീടിനെ ബാധിച്ച എല്ലാ അസുരഗണങ്ങളെയും ഒന്നിച്ച് ഇല്ലാതാക്കണം. ക്ഷമ മതിയായേ തീരൂ. മനുവിൻ്റെ കയ്യിൽ ഒരിക്കൽ കൂടി അഭി മുറുകെ പിടിച്ചു. മനുവിന് ഇപ്പോൾ ഏകദേശം വിഷ്ണുവിൻ്റെയും അഭിയുടെയും തീരുമാനങ്ങളെക്കുറിച്ച് ധാരണ വന്നിരിക്കുന്നു. അത് അവൻ്റെ മനസ്സിന് ആശ്വാസവും ഏകുന്നുണ്ട്. പക്ഷേ സുധിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എത്ര തന്നെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും ആവുന്നില്ല. ആർക്കായാലും അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ അവൻ്റെ കരണമടിച്ചു പൊളിക്കാൻ തോന്നും. മതിയായി. ഇനിയും അപമാനിയായി ഇവിടെ നിൽക്കാൻ എന്നെക്കൊണ്ട് വയ്യ. ആരോരും ഇല്ലാത്തവൾ ആയതുകൊണ്ടല്ലേ എല്ലാവരും പന്ത് തട്ടുന്നത് പോലെ എന്നെ തട്ടുന്നത്? അനാഥയായത് എൻ്റെ തെറ്റാണോ? എൻ്റെ അമ്മ പോയപ്പോൾ എന്നെയും കൊണ്ടുപോകാമായിരുന്നില്ലേ? എന്നാൽ ഈ ദുരിതക്കയത്തിലേക്ക് തള്ളിവിട്ട് അമ്മ തനിച്ചു പോയത്. അമ്മ പോയതുകൊണ്ടല്ലേ അച്ഛനും എന്നെ തനിച്ചാക്കി ഒന്നും പറയാതെ ഇറങ്ങിപ്പോയത്. ആർക്കും ജാനിയെ വേണ്ട. അതിന് എനിക്ക് പരിഭവമില്ല. പക്ഷേ സ്നേഹം കാണിച്ച് കൊതിപ്പിച്ചിട്ട് വീണ്ടും എന്തിനാ എന്നെക്കൊണ്ട് വിഡ്ഢിവേഷം കെട്ടിക്കുന്നത്? ഒരിക്കൽ അമ്മയുടെ അടുത്തേക്ക് പോകാൻ ചെന്നതല്ലേ. അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നവർ തന്നെ ഇപ്പോൾ തന്നെ വേദനിപ്പിക്കുന്നു. അന്ന് പോട്ടെ എന്ന് വെച്ചിരുന്നെങ്കിലോ? എല്ലാവരുടെ മുന്നിൽ അപമാനിയായി ഇപ്പോൾ എനിക്ക് നിൽക്കേണ്ടി വരുമായിരുന്നോ? ഓരോന്നും പദം പറഞ്ഞ് തേങ്ങിക്കരഞ്ഞുകൊണ്ട് അവൾ കബോർഡിൽ നിന്ന് അവളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ എടുത്തു വെക്കുകയാണ്. ഒപ്പം ഇവിടേക്ക് വരുമ്പോൾ കൊണ്ടുവന്ന 1-2 ജോഡി ഡ്രസ്സും എല്ലാം എടുത്തു വെച്ച് ബാഗ് പൂട്ടി ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുകളിലുള്ള സിന്ദൂരച്ചെപ്പിലേക്ക് അവളുടെ കണ്ണുകൾ എത്തിയത്. കല്യാണം കഴിഞ്ഞ ദിവസം അമ്മ തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്.
പക്ഷേ ആ സിന്ദൂരത്തിന് ഇതുവരെ ഒരർത്ഥവും ഉണ്ടായില്ലെന്ന് അവൾക്ക് തോന്നി. നെറുകയിൽ തൊട്ടിരിക്കുന്ന എനിക്കും അതിനോട് നീതി പുലർത്താൻ കഴിഞ്ഞില്ല. അല്ലെങ്കിലും ശ്രമിക്കാഞ്ഞിട്ടല്ല, ആ സിന്ദൂരത്തിന്റെ വില പോലും ആരും തനിക്ക് തരാഞ്ഞിട്ടല്ലേ. ചിലപ്പോൾ ജാനിക്ക് യോഗമുണ്ടാകില്ല നെറുകയിലെ ചുവപ്പിനോട് നീതി പുലർത്താൻ. ആ സിന്ദൂര ചുവപ്പിന്റെ സാന്നിധ്യത്തിലായിരുന്നു തന്റെ വേദനകളേറെയും. അന്ധമായി കരഞ്ഞ രാത്രികൾ, മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ, ഈ ഒരു ആയുസ് ജീവിച്ചു തീർക്കാനുള്ള ഓർമ്മകൾ, അതും വേദനിക്കുന്നവ. സമ്പാദ്യമായി ജാനിക്ക് അത് മാത്രം മതി. നിറഞ്ഞു വന്ന കണ്ണുനീർ അമർത്തി തുടച്ച് ബേഗുമെടുത്ത് അവൾ റൂമിൽ നിന്ന് ഇറങ്ങി. സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോഴേ കേട്ടു താഴെ നിന്നുള്ള ബഹളം. അതിൽ ശ്രുതിയുടെ ശബ്ദം ജാനിക്ക് വ്യക്തമായി തിരിച്ചറിയാൻ സാധിച്ചു. അവന്റെ ശബ്ദം മാത്രം മതിയായിരുന്നു അവളിലെ പെണ്ണിനെ തളർത്താൻ. ശ്രുതി വരുന്നതിന് മുമ്പ് ഇവിടെ നിന്നും എവിടേക്കെങ്കിലും ഓടി മറയണമെന്ന് അവൾ ചിന്തിച്ചിരുന്നുള്ളൂ. അവന്റെ കൈപ്പിടിയിലാകുന്നതിനേക്കാൾ നല്ലത് മരണം കൈവരിക്കുകയാണ് എന്ന് അവൾ ഓർത്തു. ഒരിക്കലും അവനെ തടുക്കാൻ തന്നെക്കൊണ്ട് കഴിയില്ല. ജാനിയുടെ ജീവിതം ഇവിടത്തേക്ക് തീർന്നിരിക്കുന്നു. ഇനി ആ കാട്ടാളന്റെ കൂടെ ആയിരിക്കുമോ? ഇല്ല, തന്റെ ദേഹത്ത് തൊടുന്നതിന് മുമ്പ് ഈ ജാനി ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കും. മനസ്സിൽ ഉറപ്പിച്ച കണക്കുകൂട്ടലുമായി കയ്യിലുള്ള ബാഗ് മുറുകെ പിടിച്ച് അവൾ ഓരോ സ്റ്റെപ്പുകളും താഴേക്കിറങ്ങി. കയ്യിലൊരു ബാഗുമായി സ്റ്റെപ്പിറങ്ങി വരുന്നവളെ എല്ലാവരും കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. ശ്രുതിയുടെ ചുണ്ടിൽ മാത്രം പുഞ്ചിരി വിരിഞ്ഞു. ബാക്കി എല്ലാവർക്കും എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതുപോലെയുള്ള അവളുടെ വരവ് ചെറുനോവുണർത്തി. തന്നിലേക്ക് വരുന്ന വിഷ്ണുവിന്റെ നോട്ടത്തെ ജാനി കണ്ടില്ലെന്ന് നടിച്ചു. ഇനി അദ്ദേഹത്തിന് ഒരു സ്ഥാനം തന്റെ മനസ്സിലോ ജീവിതത്തിലോ ഉണ്ടാകില്ലെന്ന് അവൾ ഉറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗം അവൾ ശ്രദ്ധിക്കാനേ പോയില്ല. എന്നാൽ വഷളം ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന ശ്രുതിയെ കണ്ടപ്പോൾ അവൾക്ക് അറപ്പും വെറുപ്പും തോന്നിപ്പോയി. ഇടയ്ക്ക് അവളുടെ മനസ്സ് പതറുന്നുമുണ്ട്. ഇയാളുടെ കൂടെ പോകേണ്ടി വരുമോ എന്നോർത്ത്. പക്ഷേ അതിനൊപ്പം തന്നെ അവൾ മറ്റു ചില തീരുമാനങ്ങളും എടുത്തിരുന്നു. അഥവാ പോകേണ്ടി വന്നാൽ ജാനിയുടെ അവസാനത്തെ ദിനവുമായിരിക്കും ഈ ഭൂമിയിൽ ഇന്ന്. മോളെ. സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് എത്തിയതും രേവതി വേഗം പോയി ജാനിയെ മുറുകെ പുണർന്നു വിതുമ്പി. ഞാൻ പോവാ അമ്മേ. ഇനിയും ഇവിടെ പിടിച്ചു തൂങ്ങി നിൽക്കുന്നതിൽ അർത്ഥമില്ല. ആർക്കും ഒരു ഉപദ്രവമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ചു മുന്നേ ഇറങ്ങേണ്ടതായിരുന്നു. പക്ഷേ ബാക്കി പറയാൻ ജാനിക്ക് ആവുന്നില്ല. അറിയാതെയെങ്കിലും അവളും അവളുടെ മനസ്സും ആഗ്രഹിച്ചു പോയി വിഷ്ണുവിനൊപ്പമുള്ള ഒരു ജീവിതം. പക്ഷേ അത് വെറും ഒരു കിനാവാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു. എത്തിപ്പിടിക്കാൻ പറ്റാത്തത് എത്തിപ്പിടിക്കാൻ നോക്കിയ ഒരു വിഡ്ഢിയായി പോയി താൻ. എന്തൊക്കെയാ മോളെ പറയുന്നത്? മോൾ എവിടെ പോകാൻ? മോളെ ആർക്ക് വേണ്ടെങ്കിലും ഈ അച്ഛനും അമ്മയ്ക്കും വേണമെന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ? വിതുമ്പലോടെ രേവതി ഓരോന്ന് പറയുകയാണ്. ആ അമ്മയ്ക്കും അറിയാം ജാനിയുടെ മനസ്സ് എന്താണെന്ന്. വിഷ്ണുവിന്റെ ചെറിയൊരു മാറ്റം പോലും ഈ പെണ്ണിനെ എത്രമാത്രം സന്തോഷിപ്പിച്ചിരുന്നു എന്ന് രേവതി കണ്ടതാണ്. വിഷ്ണുവിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വന്ന ഈ അവഗണന അവളെ എത്രമാത്രം ചുട്ടുപൊള്ളിക്കുന്നുണ്ടെന്നും ആ അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നും നിങ്ങളുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം തന്നാൽ മാത്രം മതി അമ്മേ. പക്ഷേ ഇനി ജാനി ഇവിടെ നിൽക്കുന്നില്ല. എന്നെ തടയുകയും ചെയ്യരുത്. നിങ്ങൾ പോകേണ്ട എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പോകാൻ കഴിഞ്ഞെന്നും വരില്ല. പക്ഷേ അതിനുശേഷം വീണ്ടും എൻ്റെ മനസ്സ് വേദനിക്കുന്നതും മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിയായി നിൽക്കേണ്ടി വരുന്നതും ഒന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. എല്ലാവരുടെയും മുന്നിൽ ഇനിയും അപമാനിയായി നിൽക്കാൻ വയ്യ. പറഞ്ഞു കഴിയുമ്പോഴേക്കും ജാനിയും വിതുമ്പി പൊട്ടിയിരുന്നു. ഇനി കരയില്ലെന്ന് അവൾ ഉറപ്പിച്ചതാണ്. പക്ഷേ മനസ്സല്ലേ, എത്ര തന്നെ മനസ്സിന്റെ വേദന അടക്കി വെക്കാൻ ശ്രമിച്ചാലും അത് പുറത്തേക്ക് തന്നെ കണ്ണുനീരായി വന്നു പോകും. മതി പ്രസംഗിച്ചത്, വരാൻ നോക്ക്. ശ്രുതി ദേഷ്യത്തോടെ അലറി. ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. ആദ്യമായി ജാനിയുടെ ശബ്ദം നേരെ നീണ്ടു. അധികാരത്തോടെയുള്ള അവന്റെ പെരുമാറ്റം അവളെ ദേഷ്യത്തിലാഴ്ത്തി. പിന്നെ എവിടെ പോകാനാ? നിനക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിലും ഒരു വരുമാനമില്ലാത്ത നീ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത്? കാണാൻ കുറച്ച് തൊലിവെളുപ്പല്ലാതെ വേറെ എന്തുണ്ട് നിന്റെ കയ്യിൽ? ഇനി അതും വെച്ച് ജീവിക്കാൻ വല്ല പ്ലാനുമാണോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടെ പോര്. എത്രയാണെന്ന് വെച്ചാൽ ഞാൻ തന്നോളാം. ജാനുവിന്റെ ഭാഗത്തു നിന്ന് തന്റെ നേർക്ക് വന്ന ശബ്ദം ശ്രുതിയെ ചൊടിപ്പിച്ചിരുന്നു. അതിന്റെ പ്രതിഷേധമാണ് അവൻ വാക്കുകളിലൂടെ അവളെ ആക്രമിച്ചത്. ഛേ, ഞാൻ എങ്ങനെയെങ്കിലും ജീവിക്കും. നിങ്ങൾ അതിൽ ഇടപെടാൻ നിൽക്കേണ്ട. എനിക്ക് വേണ്ടി ഇവിടെ നിൽക്കുകയും വേണ്ട. ശ്രുതിയുടെ സംസാരം ഇഷ്ടപ്പെടാതെ ജാനി കയർത്തു. നിനക്ക് നാവുണ്ടോടി? ശ്രുതി നിറഞ്ഞു വന്ന ദേഷ്യത്തോടെ അവളുടെ നേർക്ക് ചെന്നു. തീക്ഷ്ണമായ നോട്ടത്തോടെ തന്നെ നോക്കുന്ന അവളെ കാണുമ്പോൾ അവന് കലിയിളകി. അവൾക്കിട്ട് ഒന്ന് കൊടുക്കാൻ അവന്റെ കൈ തരിച്ചു വന്നു. എന്നെ നോക്കി പേടിപ്പിക്കാൻ നിൽക്കേണ്ട. പഴയ ജാനിയല്ല ഇത്. ശ്രുതിയുടെ ദേഷ്യത്തോടെയുള്ള നോട്ടം ഇഷ്ടപ്പെടാതെ ജാനി വീണ്ടും കയർത്തു. ശ്രുതിക്ക് ക്ഷമ കെട്ട് അവളുടെ നേർക്ക് കൈ ഉയർത്തിയതും ഉയർത്തിയ ശ്രുതിയുടെ കൈ അതേപോലെ തിരിച്ചൊടിച്ചതും ഒരുമിച്ചായിരുന്നു.
എന്താ ഇപ്പോൾ നടന്നതെന്ന് മനസ്സിലാക്കാതെ എല്ലാവരും അന്താളിച്ച് നോക്കുമ്പോൾ കാണുന്നത് വിരളി കൊണ്ട് സുധിയുടെ കൈ ഞെരിക്കുന്നതാണ്. അവളുടെ നേർക്ക് ഇനി നിന്റെ കൈ പൊന്തിയാൽ അന്ന് കിട്ടിയത് ഓർമ്മയുണ്ടാകുമല്ലോ. ഇപ്പോൾ ഞാൻ നിന്നെ തൊടാത്തത് അതിന് അവകാശപ്പെട്ട ഒരാൾ വരാനുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. ഇനി നീ ഇത് ആവർത്തിക്കരുത്. ഉയർന്നു വന്ന അരിശത്തോടെ വീണ്ടും അവന്റെ കൈ ഒന്നുകൂടി വിഷ്ണു തിരിച്ചുവിട്ടു. വേദന കൊണ്ട് അറിയാതെയെങ്കിലും സുധിയുടെ ശബ്ദം ഉയർന്നു. കൈ വിടുവിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും വിഷ്ണുവിന്റെ പിടുത്തത്തിന്റെ മുന്നിൽ അവന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കൈ ഒടിഞ്ഞു വീഴുന്ന അവസ്ഥയിലേക്കെത്തി. വിടടാ, അവളെ ഞാൻ എന്തു പറഞ്ഞാലും നിനക്കെന്താ? നിന്റെ ഭാര്യ ഒന്നുമല്ലല്ലോ. ഒരു ചരട് കെട്ടി എന്നല്ലേ ഉള്ളൂ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്. ആര് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ചരട് കെട്ടിയ ബന്ധം മാത്രമാണ് ഉള്ളത് എന്ന്? സുധിയുടെ കൈ വിട്ടുകൊണ്ട് വിഷ്ണു ആക്രോശിച്ചു. പിന്നെ ഇവള് നിന്റെ കൂടെ കിടന്നു തന്നിട്ടുണ്ടാകും, അത്രയല്ലേ ഉള്ളൂ? പുച്ഛത്തോടെ സുധി മുഖം കോട്ടി. അതെ, എന്റെ താലി അവളുടെ കഴുത്തിൽ ഉള്ളിടത്തോളം കാലം അവൾ എന്റെ കൂടെ കിടക്കുകയും എന്റെ കുഞ്ഞിന് ജന്മം കൊടുക്കുകയും ചെയ്യും. അത് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പറയാൻ വിട്ടു. താലി കെട്ടിയ ബന്ധം മാത്രമല്ല, നിയമപരമായും ഈ മനക്കിലെ വിഷ്ണുദത്തന് ഒരു ഭാര്യയേ ഉള്ളൂ. അത് ഈ നിൽക്കുന്ന ജാനകിയാണ്.